ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മലയണ്ണാമല മാമച്ചെങ്കുന്ന് ഭാഗത്ത് ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാന കർഷകരുടെ കൃഷി നശിപ്പിക്കുകയും ഒരു വീട് ഭാഗികമായി തകർക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് 4ാം തവണയാണ് കഞ്ഞിക്കുഴിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ സംഭവം ഏതാണ്ട് ഓടിക്കുന്നതും പെറുക്കുന്നതും ഒക്കെ ഉണ്ട്. ഞാൻ പുറത്തിറങ്ങി ലൈറ്റ് തെളിച്ച് നോക്കി. അപ്പോൾ എന്തോ ഒരു സാധനം നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പേടിച്ചിട്ട് കയറി അകത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിച്ചു, നേരം വെളുപ്പിച്ചു, അങ്ങനെ പോന്നു. അന്നേരം ഷിജ വിളിക്കുന്നത് ഇങ്ങോട്ട് കയറി വരാം. പക്ഷേ എവിടം വരെ ഞാൻ വന്നിച്ച് പോയതാണ് രാവിലെ വെളുപ്പിന്. പക്ഷേ വെളുപ്പിനെ പോയിട്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പല മൃഗങ്ങളും ഓർത്തുണ്ട് അങ്ങനെ പോയി. ഈ സാധനത്തിനെ ഞാൻ കാണുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ സാധനം പന്നിയോ എല്ലൊക്കെയാണെന്നാ ഓർത്തു പോയത്. പുത്തൻപുരയ്ക്കൽ ഡിജോ പി ജോയിയുടെ വീടാണ് കാട്ടാന തകർത്തത്. പന്നാരംകുന്നേൽ എൽസമ്മയുടെ കൃഷിയിടത്തിലും കാട്ടാന വലിയ നാശമുണ്ടാക്കി. ഇതോടെ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. തുടർച്ചയായി വന്യമൃഗ ആക്രമണമുണ്ടാകുമ്പോഴും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കേരള 1 മലയാളം, ഇടുക്കി.